ഹലോ. അങ്ങനെ നമ്മുടെ മതിലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. മതിലിൻ്റെ തറ കെട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഹിറ്റാച്ചീനെ കൊണ്ട് കീറിക്കാനുള്ള പരിപാടി. അപ്പോൾ ഈ ഹിറ്റാച്ചി തന്നെ നമുക്ക് ഫ്രണ്ടിലെ കറണ്ടിൻ്റെ വർക്കും ചെറിയ മതിലിൻ്റെ വർക്കും അതൊക്കെ ഈ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. ഒരു മണിക്കൂറിന് 1200 രൂപയും പിന്നെ വണ്ടിക്ക് 800 രൂപയാണ്. അങ്ങനെ 2000 രൂപയിൽ നമ്മൾ വർക്ക് മൊത്തം കഴിഞ്ഞു. ഇത് ഒരാൾ വന്ന് വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പിന്നെ പാറ ആയതുകൊണ്ട് താഴാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ ഈ ഹിറ്റാച്ചി കൊണ്ട് മാന്തിയിട്ടും താഴാത്തൊരവസ്ഥ ഉണ്ടായി. പിന്നെ നമ്മൾ ഇടിച്ച് താത്തുകയാണ് ചെയ്തത്. അങ്ങനെ തറ ഇത് കയറി കഴിഞ്ഞു. ഇത് 1.5 അടി താഴ്ച ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മൾ തന്നെ ഒരുപാട് അതിന് സാമ്പത്തികം മുടക്കണ്ടെന്നുള്ള കാഴ്ചപ്പാടിലാണ്. ഇപ്പോൾ ഈ ചെയ്യുന്നത് നമ്മളെ പുതിയൊരു അടുക്കള പുറത്തുണ്ടാക്കാനുള്ള പ്ലാനാണ്. അടുക്കള നമുക്കിപ്പോൾ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഓപ്പൺ കിച്ചണാണുള്ളത്. സാധാ കിച്ചൺ അടുപ്പ് കാര്യങ്ങളൊന്നുമില്ല. കണ്ട ചിമ്മിനിയൊക്കെ ഉണ്ട് തോന്നിയാലും നമ്മൾ അടുപ്പായിട്ട് കൊടുത്തിട്ടില്ല. ഇത് പുറത്തൊരു അടുക്കള, എപ്പോഴും കരിയൊക്കെ ആവുന്ന രീതിയിൽ പണ്ട് കാലത്തുള്ള പോലത്തെ ഒരു അടുക്കള ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ഇത് ഞങ്ങൾ വീട്ടുകാരനെ ഉണ്ടാക്കണം എന്നുള്ള കണക്കൂട്ടിലാണ്, അതായത് തറകെട്ടലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഒരുപാട് താഴ്ചയല്ല, 1.5 അടിയൊക്കെ താഴ്ച മതി എന്നാണ് നമ്മളോട് ആശാരി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ താഴ്ച കൊടുത്തില്ല. അങ്ങനെ നമ്മളൊരു സ്ലാബ് മാറ്റിയിടാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. സ്ലാബ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ബാത്റൂമിൻ്റെ എന്താ പറയുക, നമ്മളെ വേസ്റ്റ് പോകുന്ന ഭാഗത്തുള്ള സ്ലാബ് ഇടാനുണ്ടായിരുന്നു. അത് അവരോടൊന്ന് ഇടാമെന്ന് ചോദിച്ചപ്പോൾ അവർ സുഖമായിട്ട് ഇടാമെന്ന് പറഞ്ഞു. കാരണം നമുക്കിത് അറിയില്ലായിരുന്നു ഇങ്ങനെ ഇത്ര സിമ്പിളായിട്ട് അവർ ഇടുന്നുള്ള കാര്യം. ഇതിപ്പോൾ ഒരു ആന കൊമ്പിൽ മരം ഏറ്റി കൊണ്ടുപോകുന്ന പോലെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സിമ്പിളായിട്ട് ചെയ്തു തന്നു കേട്ടോ. കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല വൃത്തിയിൽ ചെയ്തു. ഇതിനൊന്നും എക്സ്ട്രാ ഇല്ല, നമുക്ക് ആ സമയത്തിനുള്ളിൽ ഒതുക്കിയെന്ന് മാത്രം. 1 മണിക്കൂർ എങ്ങനെയായാലും വണ്ടിക്ക് ചാർജ് നമ്മൾ കൊടുക്കണം. അങ്ങനെ ഹിറ്റാച്ചി കൊണ്ട് നമുക്ക് 2 സ്ലാബ് ഉണ്ട്. അതായത് ഒരു വേസ്റ്റ് വെള്ളം പോകാനുള്ളതും ഒരു കക്കൂസിൻ്റെ കുഴിയുടെ സ്ലാബ്, അങ്ങനെയാണ് വരുന്നത്. ഇത് ചെയ്യുന്ന വർക്കുകളൊക്കെ നമുക്ക് നോക്കിയിരിക്കാൻ തോന്നുട്ടോ. കാരണം ഒരു ഭാഗം ഇങ്ങനെ കുത്തി ഒരു ഭാഗം എടുത്ത്, അത് നല്ല സ്കില്ലുള്ള ആൾക്കാരെ, ഹിറ്റാച്ചിയുടെ ആൾക്കാർക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. എന്തായാലും നല്ല ഭംഗി തന്നെ നമ്മളെ ബാത്റൂമിൻ്റെ കുഴി അടച്ചു തന്നിട്ടുണ്ട് അവർ. അതേപോലെ ബാത്റൂമിൻ്റെ വെള്ളം കളയാനുള്ള കുഴിയും അവർ തന്നെയാണ് അടച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ വർക്ക് ഏകദേശം മച്ചിൻ്റെ വർക്ക് ഇപ്പോൾ അവിടെ കഴിയാനായി എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ നാളത്തെ വീഡിയോയിൽ മച്ചിൻ്റെ വർക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ